Darati. Good morning, guys. Welcome. Phone. TV ke shut. Good morning, guys. Woof. Welcome back to our family. Daddyയും പൊട്ടും ഇത് വേണ്ട ഇത് അപ്പൊ കയ്യിൽ പിടിച്ചാരാ. അപ്പൊ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ. അപ്പൊ ഇതില് ഒരു നല്ല ഇന്നലെ നല്ലൊരു എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പൂസ് പള്ളിയില് കുർബാനയ്ക്ക് പോയി കാണു. അപ്പൊ ഞങ്ങള് പോവാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വെട്ടുകാട് പള്ളിയിലേക്ക് പോവാനാണ്. അതിനെ കാരണമുണ്ട്. അപ്പൊ അതിന് മുന്നേ ഇപ്പതേ രാവിലത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കുന്നു, ആദ്യത്തെ ദോശ കഴിക്കുന്നു, ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വിച്ചുവിന് കുറച്ച് തലവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നോണ്ട് ചുക്ക കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സവാള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തക്കാളി സാധനങ്ങളും തോട് പാല് വെച്ചിട്ട് ചുമ്മടി ചാലയും പുറത്താക്കി ദോശ കഴിക്കുന്ന കാരണം വരാ. അപ്പൊ മോർണിംഗ് പരിപാടികളൊക്കെയാണ്. ദോശ കഴിക്കുന്ന ദോശ കഴിക്കാണ്. ഓക്കെ കഴിക്ക് വേഗം. വീഡിയോ എടുക്കണ്ടേ? അവൻ തന്നെ തിന്നും. ആരും നീറ്റിക്കണ്ടാവ്. പോവാൻ അപ്പൊ ഞങ്ങള് കുർബാനയ്ക്ക് വരും. ഇവിടെ ലഞ്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിട്ട് ഞാനും വിച്ചും കൂടി വെട്ടുകാട് പള്ളിക്കാൻ പോവാ. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളെ അപ്പൂസിന് അവൻ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കുക. അവന് അവന്റെ ലൈഫില് ഒരു ബിഗ് സർപ്രൈസ് തന്നെയായിരിക്കും. നമ്മൾ ഒരുപാട് സർപ്രൈസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവന്റെ കണ്ണെന്ന് അറിയണതും അവന്റെ ആ സന്തോഷമൊക്കെ റിയൽ ആയിട്ട് നമ്മൾ കാണുമ്പോഴുള്ള നമ്മുടെ ഒരു ആത്മസന്തോഷം ഉണ്ട്. ഞങ്ങളുടെ രണ്ടാളുടെ കണ്ണും അവന്റെ സന്തോഷം കാണുമ്പോൾ അറിയാറുണ്ട്. അപ്പൊ എന്താ പറയാ, ഞങ്ങൾ ഭയങ്കര ഇമോഷണലായി പോകുന്നതൊക്കെ അപ്പൂസിന്റെ സന്തോഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴല്ലേ വെച്ചോ. ഇവിടെ ഇരിക്കി ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പൊ ഇന്നലെ അവൻ ലൈഫിലെ ഒരു ഏറ്റവും വലിയ ബിഗ് സർപ്രൈസ് ആയിരുന്നു. അവൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സർപ്രൈസ് പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്. പിന്നെ അവൻ അടുത്ത മാസം കോയമ്പത്തൂർക്ക് പോവാണ്. അടുത്ത മാസം അവന് മറ്റേത് വെച്ചു കൊടുത്ത മൈക്കാണ് ചോദിക്കണം, അതിനുള്ള വാശിയാണ്. അപ്പോ എന്താ പറയാ, പുതിയൊരു ബൈക്ക് മേടിച്ചു. അത് നമ്മൾ ഇനിയൊരു ബൈക്ക് മാറുകയാണെങ്കിൽ, വിച്ചുവിന്റെ ബൈക്കൊക്കെ കുറെ നാളായി. അപ്പൊ ഇനിയൊരു ബൈക്ക് മാറുകയാണെങ്കിൽ മാക്സിമം പോയ ബുള്ളറ്റ് അല്ലെ. നമ്മളെ വീടുകളിലൊക്കെ അങ്ങനെ പണ്ടും പറയാറ് ബുള്ളറ്റ് ആണ് ഇടുക. ബുള്ളറ്റ് ആവൂല എന്നാ എല്ലാരും പറയാ. കാരണം ഞാനൊക്കെ അതന്നെ വിചാരിച്ചിരുന്നെ, ബുള്ളറ്റ് തന്നെയായിരുന്നു പണ്ടും പറയാറ്. ഇനി മാറാണെങ്കിൽ ബുള്ളറ്റ് എടുക്കാം എന്ന്. കാരണം അപ്പൂസും കൂടി വണ്ടി എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവന് അത് കാരണം അവൻ മാക്സിമം പോയ ബുള്ളറ്റ്, റോയൽ എൻഫീൽഡില് എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് വിചാരിക്കുള്ളൂ. നമുക്കറിയാം അവന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ നിങ്ങളുടെ വീഡിയോ ഇന്നലെ കണ്ടുണ്ടാവും. നമ്മൾ എടുത്തത് ഏതാന്ന് കാണാത്തവർക്ക്. ട്രയംഫിലാണ് നമ്മൾ എടുത്ത ഐറ്റം. ആ കിഡിലൻ വീഡിയോ കാണാത്തവർ കാണണം. ഇതിന്റെ പുറകിൽ വെക്കാം. അവൻ നമ്മൾ കണ്ണ് കെട്ടി കയറിയത് കൊണ്ട് തന്നെ അവന്റെ കണ്ണ് തുറന്ന വഴിക്ക് അവന് കുറെ സമയത്തേക്ക് ഭയങ്കര മങ്ങലായിരുന്നു. അവ അത് തുറന്ന് പിടിച്ച് വരുമ്പോ അവ ആദ്യം കണ്ട ഭാഗം നോക്കുമ്പോ അവൻ ഏതാന്ന് അറിയില്ല. കാരണം മറ്റേ എന്താ ടാങ്ക് കാണുന്നത്. അത് കഴിഞ്ഞ് അവൻ കണ്ണും മങ്ങലൊക്കെ ഒന്ന് പതുക്കെ ആക്കി വരുമ്പോഴാണ് അവിടെ ട്രയംഫിന്റെ ഇതും. പിന്നെ അവൻ ഷോറൂം നോക്കിയപ്പോഴും പിന്നെ അവൻ കിളി പോയി. ഒരിക്കലും, പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും അവൻ ഒരിക്കലും വിചാരിക്കണില്ല. കിളി പോയി അവന്റെ കിളി പാറി. അവൻ കരഞ്ഞു, കെട്ടിപ്പിടിച്ച് ഉമ്മാന്നു. അപ്പൊ ഗായ്സ്, നമ്മുടെ ബൈക്ക്
കണ്ടാ ബൈക്ക് ഇന്നലെ ഷോർട്സിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് ബൈക്ക് നമ്മുടെ. കണ്ടാ സാധനം ഇരിക്കണ കണ്ടാ ഒന്ന് പൊന്നു. സന്തോഷമായി ചാലി എന്റെ സുന്ദരി ഇവിടെ ഇരിക്കുന്നുണ്ടോ. എന്റെ സുന്ദരീനെ മറ്റേ എന്തിട്ടാ ഓഷയം കൊടുത്ത് സെറ്റാകണം അല്ലേ. അതെ എന്റെ സുന്ദരീനെ കാണിച്ചു ഇത്ര അപ്പന്റെ സുന്ദര ഇരിക്കുന്ന തന്നെ കേറി ഇങ്ങോട്ട് കേറി ഇരുന്ന ആള്. അതാരായിരിക്കുന്നേ ചേട്ടനും ബൈക്കുമേ എവിടേക്ക് പോണേ എവിടേക്ക് പോണേ ബൈക്കുമേ. അടിച്ച കുട്ടനാണോ ചാക്കോ? ചുക്ക് ചുക്ക് ചുക്കുന്ന ആദ്യക്ക് ഇന്നലെ ഭയങ്കര ഇഷ്ടായി. വണ്ടിയിൽ കയറി ഓണാക്കിയപ്പോഴേ അതാ നോക്ക് സൗണ്ടൊക്കെ ഉണ്ടാക്കി. ചുക്ക് 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 കൊറേ നാളായില്ല ആള് ഓർമ്മ വച്ചപ്പോ തൊട്ട് മറ്റേതിലാ കയറണേ. ആ അതാ ഓർമ്മ വച്ചപ്പോ തൊട്ട് പൊന്നുന്റെ വണ്ടിയിലാ. എന്റെ ബൈക്ക് ആട്ടത്താണല്ലോ. അപ്പൊ അടിച്ചിട്ടായാ ഇട്ടായാ ഇട്ടായാ ബക്ക് ഇട്ടായാ? യെസ് ഓർ നോ? യെസ് സൂപ്പർ. പൂവാമ ആൾക്കാലത്ത് എൻ്റെ അടുത്ത് പൂവാന്ന് ചിക്ക് 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 ഇവിടെ ഇതൊക്കെ അറിയാം. നോക്കടി കാലത്ത് എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടായില്ലേ പൂവാന്ന് ബൈക്ക് എടുക്കാൻ എല്ലായിടത്ത്. ഓരോ സ്വിച്ചിട്ടേ കറക്റ്റ് സാധനങ്ങൾ കാണിക്കാള്. ഹോൺ അടിക്കണതും ഇൻഡിക്കേറ്ററും. അതെ പൂവാന്ന് അമ്മേ അമ്മേ വീഴു വീഴു മൂക്കുത്തി വീഴുപ്പോ. നമ്മള് നമ്മളുടെ പുതിയ വണ്ടിയാണ് ഗായ്സ്. അപ്പൊ നമ്മള് വെട്ടുകാട് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇവിടുന്ന് ഷോറൂമിൽ നിന്ന് വരുമ്പോ ഹെൽമെറ്റ് മേടിച്ചായിരുന്നു ബാക്കിലിരിക്കുന്ന ആൾക്ക്. അത് ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ വെട്ടുകാട് പോയിട്ട് വെഞ്ചിരിക്കണം. തിരിച്ചു വരുമ്പോൾ അമ്പലത്തിൽ കയറി എന്താ പറയുക പൂജിക്കണം. തിരിച്ചു പോകണം. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിക്കണം. അപ്പം എന്തായാലും നേരെ പോട്ടെ. ഞങ്ങൾ രണ്ടാളായിട്ട് പോണ ഒരു ചെറിയൊരു റൈഡ് അല്ലേ. സ്റ്റാർട്ട് ടൈം സ്റ്റാർട്ട് നൗ. വല്ല എണ്ണീര് പിടിക്കാൻ നല്ല സ്പീഡിൽ മുമ്പ് എടുക്കാൻ പറ്റിയ. അപ്പം ഞാൻ പറക്കും സെറ്റായിട്ട് പോകാം. ഒരു കയ്യിലൊന്നുമില്ല. അത് കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വണ്ടി അയ്യോ എയർ കട്ടാവണേ ഞാൻ വെക്കണേ. ബൈ ഞങ്ങള് വെട്ടുകാട് പള്ളിയിൽ വന്നു. അതെ നമ്മുടെ വണ്ടി അവിടെ വെഞ്ചിരിക്കുന്നു. ഈ ചെയിൻ മേടിക്കണം നമ്മുടെ വണ്ടിയിൽ ഇടാൻ. വണ്ടിയിൽ കയറി അപ്പൊ ഞങ്ങളിതാ ഇവിടെ നിന്ന് തിരക്കാണ്. വേണി ആ നമ്മുടെ അവിടെ പുത്തമ്പള്ളി
പള്ളി പിന്നെ അതല്ലാണ്ട് ബീച്ച് രാജാന്റെ കൂടെ പോയില്ലേ പള്ളിയില് അന്ന് സ്ഥലം. അയ്യോ അതിന്റെ സ്ഥലം മറന്നല്ലോ. പാലയൂര ഏയ് അത് വേറെ. അതെ പൊളി സിമ്പിൾ സാധനം പക്ഷെ ഇങ്ങനത്തെ ഇല്ല. എടുക്കാം സെർച്ച് ചെയ്തിട്ട് ഗൈസ്. ഞങ്ങള് കീച്ചേനൊക്കെ മേടിച്ചു. ആ എവിടെ പോയിട്ട് വെഞ്ചരിക്കണം അല്ലേ? അപ്പോൾ വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചിട്ട് കീച്ചേൻ ഞാൻ കാണിച്ചു തരാം. വേറൊരു കീച്ചേൻ മേടിച്ചിട്ടുണ്ട്, 2 കീച്ചേൻ മേടിച്ചിട്ടുണ്ട്. അയ്യോ അവിടെ നല്ല തിരക്കാണല്ലോ. അവിടെ പോയി പറയണ്ട ഒരു പൊന്നോ പാ. ഞങ്ങൾ അനുഗ്രഹം മേടിക്കാന്നൊക്കെ അത് കഴിഞ്ഞിട്ട് വണ്ടി വെഞ്ചരിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ പള്ളി കയ്യിൽ ഇത് കൊടുക്കണ്ടേ താക്കോല്? ആ ചാവി കൊടുക്ക് ചാവി. ആ മതി അങ്ങനെ വെച്ചോ, അല്ലാണ്ട് കത്തിക്കാൻ പറ്റില്ല, കൈകൊള്ളൂ. അപ്പം ഞങ്ങളിവിടെ വൈദ്യുതി ഒക്കെ കത്തിച്ചു. ഇനി ക്രിസ്തുരാജൻ്റെ അവിടേക്ക് പോകാനുള്ള
ഫസ്റ്റ് ടൈം ആകാറുണ്ട്. നിങ്ങളിത് കണ്ടുണ്ടോ? നല്ല കിടിലൻ. ഒറ്റ തിരിച്ചിരിക്കും. ആ ഏതെടുത്താൽ 100 രൂപ അല്ലേ? അപ്പൊ നമ്മളുടെ വെട്ടുകാട് പള്ളിയിൽ വന്നവര് ഏതെടുത്താൽ 100 രൂപ. അപ്പൊ നമ്മള് ആദ്യം ഗണ്ണ് കടയുണ്ട്, ഒരു ഗണ്ണ് എടുക്കണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവന് കളിക്കാനുള്ളതായിരിക്കാം. അല്ല ചെറുതാ, 4 വയസ്സായിരുന്നു. അവൻ ഇന്നലെ ഗണ്ണ് ചോദിച്ചു. അപ്പൊ ഗണ്ണ് അപ്പൊ നമ്മള് ഗണ്ണ് ഓ ഇത് പൊട്ടിട്ട് മുകളില്. അയ്യോ പൊട്ടാത്തതായോ? നോക്കൂ. യെസ് അവിടെ ഇല്ല. ആ എന്നാ അതെടുത്തോ. എന്നാടി ഇതിനെത്രയാ? എന്നാ അതെടുത്തോ. പെൺമക്കളില്ലേ, അപ്പൊ ഇതൊക്കെ ഞാൻ ടാസ്ക് തീർക്കണം. പിന്നെ അല്ല കടാ ചെയ്തിട്ട് വരുവാണ്. അല്ലത് മുഖത്തെ ക്രീമൊക്കെ പറ്റുമ്പോഴേ മുടി വരാണ്ടിരിക്കുന്നല്ല. അല്ല പിന്നെ പെൺകുട്ടി ഉണ്ടെങ്കിൽ പിടിക്കില്ലേ? അത് പിടിക്കും. പിന്നെ അപ്പൊ മതി, നമ്മളിനി പിള്ളേരെ കൊണ്ടുവരാം. ഞങ്ങള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആന്റി നമ്മുടെ വീഡിയോ കണ്ടോ? അയ്യോ ഇത് ഞാൻ കാണാറുണ്ട്. അവര് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ല. അപ്പൊ അവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ കാണാറുണ്ട്. കോമഡി വന്നപ്പോ പറയാം അയ്യോ ഇത് ഞാൻ കാണാറില്ല. എന്താ ഫേസ് വാഷ് ഇടുമ്പോഴും അങ്ങനെയൊക്കെ ഇടുമ്പോ ഇങ്ങനത്തെ ഞാൻ വിചാരിക്കാറുണ്ട്. പിന്നെ ഞാനോട് പറയാറില്ല. ഒരു മാസം ഉണ്ടെങ്കിൽ നമ്മള് മേടിച്ചു കൊടുക്കണേ. പിന്നെ 40 രൂപ. പിന്നെ ഒരു സർവത്ത് കുടിക്കണം. അതെ, അമ്പലത്തിൽ പോക്ക് നടക്കില്ലേ നാളെ കാലത്ത്. ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. അതെ ഹലോ, അപ്പോൾ നമ്മളിതേ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടന്നെയുള്ള അമ്പലമാണ്. പള്ളിയിലെ വെഞ്ചിരിപ്പ് കഴിഞ്ഞു. ഇനി അമ്പലത്തിൽ നല്ല കട്ട മഴ പെയ്തുകൊണ്ടിരിക്കുക. എടുക്കട്ടെ. ഇത് നമ്മളെ അമ്പലത്തിലെ ചേട്ടനാട്ടാ. ഭയങ്കര കട്ട മഴയാണ്.